friends, welcome to Amazing Cooking. ഞാൻ മഞ്ജുശ്രീ. എല്ലാവർക്കും സുഖല്ലേ? ഹെൽത്തി ടിഫിൻ ബോക്സ് റെസിപ്പീസിൽ ഇന്ന് 5th ഡേ ആണ്. മസാല ബ്രെഡ് ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലത്തെ പുതിയ റെസിപ്പീസ് കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമാണ് ഇനിയും ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ മസാല ബ്രെഡ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. മസാല ബ്രെഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇതേപോലെ 5 സ്ലൈസ് ബ്രെഡാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ചോപ്പ് ചെയ്തെടുത്തത്, ഒരു മീഡിയം സവോള ചോപ്പ് ചെയ്തെടുത്തത്, കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ചോപ്പ് ചെയ്തെടുത്തത്. ആദ്യം തന്നെ നമുക്ക് ഈ ബ്രെഡ് പീസിനെ ഒന്ന് സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസ് ഞാനിതിൻ്റെ കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ നെയ്യ് മുഴുവനും ബ്രെഡിലേക്കൊക്കെ നന്നായി പിടിച്ച് ബ്രെഡ് നല്ല ക്രിസ്പ് ആവുന്ന വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കാം. ഗ്യാസ് ഫ്ലെയിം ഇപ്പോൾ ലോ ടു മീഡിയത്തിലാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ക്രിസ്പ് ആവുന്ന വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കാം. എന്നാലാണ് ആ നെയ്യ് ഈ ബ്രെഡിൻ്റെ എല്ലാ സൈഡിലേക്കും വന്ന് എത്തി ബ്രെഡ് നല്ലതായിട്ട് ക്രിസ്പായിട്ട് കിട്ടുകയുള്ളൂ. ബ്രെഡ് നല്ല ക്രിസ്പായി വന്നിട്ടുണ്ട്. ഇതിനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അതേ പാനിലേക്ക് തന്നെ 2 ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവോള കൂടെ ചേർത്ത് കൊടുക്കുക. അതിന് മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സവോളയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുമ്പോൾ 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പൊടികളുടെ പച്ച ടേസ്റ്റൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് വരണം. നല്ല കുഴമ്പ് പോലെ ആയി വരുന്ന വരെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി നന്നായി സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് കീറി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്രഷ് ആയിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല സോഫ്റ്റ് ഗ്രേവി ആക്കി എടുക്കണം. അപ്പോൾ നല്ല തിക്ക് ഗ്രേവി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് പീസസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഗ്രേവിയൊക്കെ ഒരു കോട്ട് പോലെ ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് പിടിക്കുന്ന രീതിയിൽ വേണം വരാനായിട്ട്. അപ്പോൾ കുറച്ച് സമയമെടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് മസാല ബ്രെഡ് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. ബ്രെഡിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി ഇതുപോലെ യൂസ് ചെയ്യാവുന്നതാണ്. ഇഡ്ഡലി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വളരെ ഹെൽത്തിയായ ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിറയെ നെയ്യും അതേപോലെ വെജിറ്റബിൾസും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത് ഹെൽത്തിയാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത ദിവസം ഇതേപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.